ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറിയ മുന്തിരി ജ്യൂസാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 1/4 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. കുരുവുള്ള മുന്തിരിയാണ്. നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈ ടൈപ്പ് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ മുന്തിരി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഗ്രീൻ ആണെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന കളർ കിട്ടില്ല. അപ്പോൾ എടുക്കുമ്പോൾ ഇതുപോലത്തെ റെഡ് മുന്തിരി തന്നെ എടുക്കുക. ഇനി നമുക്ക് ഈ മുന്തിരിയിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ ഒരുപാട് തീയങ്ങ് കൂട്ടിയിടരുത്. ജസ്റ്റ് ആ വെള്ളം ഒന്ന് തിളച്ച് മുന്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരാമുള്ളൂ. അതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന മുന്തിരിയിൽ നിന്ന് അത്യാവശ്യം ജ്യൂസ് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമായാലും നമ്മുടെ ജ്യൂസിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ എടുത്തിരിക്കുന്ന അളവിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇന്ന് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഇത് തന്നെ മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്. ഇതപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആവാൻ ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും. ഇതായിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുന്തിരി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആ മുന്തിരിയുടെ റെഡ് കളറും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതപ്പോൾ നമ്മൾ മുന്തിരി ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങ് ഐസായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ ടൈമിൽ കുരു മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ അത് മാറ്റുന്നില്ല. ഞാൻ ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പാൽക്കട്ടിയാണ്. ഐസിങ് ട്രേയിൽ വെച്ചിട്ട് ഞാനിതുപോലെ ചെറിയ ഐസ് ക്യൂബായിട്ട് എടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കവറ് പാല് മേടിച്ചിട്ട് തണുപ്പിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന തിളപ്പിച്ച പാലാണ്. തിളപ്പിച്ച പാൽ ഇതുപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ട്രേയിൽ ഒഴിച്ചെടുത്തതാണ്. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ മുന്തിരി വേവിക്കുന്ന ടൈമിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താണ്. എന്നാലും ഇപ്പോൾ നമ്മൾ ഐസ് ചേർത്തത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. മധുരം ഒന്ന് മുന്നിൽ നിൽക്കാൻ വേണ്ടി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിക്കുന്ന ടൈമിൽ നല്ലപോലെ കൊഴുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തണുത്ത പാൽ തന്നെ ഇതപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത പാൽ കറക്റ്റാണ്. അത്യാവശ്യം തിക്കുണ്ട്. അപ്പോൾ ഇത് തന്നെ മതിയാവും. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലിന് പകരം നമ്മൾ പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. ഇപ്പോൾ നമ്മൾ വേവിച്ച് അടിച്ചെടുത്ത് കാരണം ഒരുപാട് അങ്ങ് അടിക്കേണ്ട കാര്യമില്ല.
ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതുപോലെ കുരുവൊന്നും നമുക്ക് അടിഞ്ഞ് കിട്ടത്തുമില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരിങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.